കൊച്ചി പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്ന് അപകടകരമായ ഒന്നും കടലിൽ പരന്നിട്ടില്ലെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. കടലിൽ പരന്ന ലൂബ്രിക്കന്റ്സ് ഓയിൽ പൂർണ്ണമായി നീക്കം ചെയ്യാൻ 1 മാസം എടുക്കും. നഷ്ടപരിഹാരം നിശ്ചയിക്കാനായി നോഡൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ടെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചു. ലൈബീരിയൻ കപ്പലിലെ ലൂബ്രിക്കന്റ് ഓയിലാണ് കടലിൽ പരന്നത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണപ്പാട നീക്കുന്ന ജോലികൾ 1 മാസം കൊണ്ട് പൂർത്തിയാക്കും. മുങ്ങിയ കപ്പലിനോട് ചേർന്നുള്ള 12 കണ്ടെയ്നറുകളിലാണ് അപകടകരമായ രാസവസ്തുക്കളുള്ളത്. കപ്പലിലുള്ള അപകടകരമായ ഒന്നും കടലിൽ കലർന്നിട്ടില്ല. ജൂലൈ 3 ശേഷം മുങ്ങിയ കപ്പൽ കടലിൽ നിന്നും നീക്കുന്ന ജോലികൾ ആരംഭിക്കും. Our preliminary inference is that it is connected with some kind of mechanical failure in the ballast management system, because it is there to avoid the rolling and pitching, the heeling possibilities of the vessel. There are some technical failures in that part. That is what our preliminary assessment. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ അടിഞ്ഞ 50 കണ്ടെയ്നറുകൾ 3 ദിവസത്തിനകം നീക്കും. കസ്റ്റംസിനാണ് ഇതിന്റെ ചുമതല. ശക്തികുളങ്ങര, ചെറിയഴീക്കൽ, പരിമണം എന്നിവിടങ്ങളിലെ കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ഓൺഷോർ ആയിട്ട് ക്രെയിനും ട്രെയിലേഴ്സും ഉപയോഗിച്ചിട്ട് ഈ മുഴുവൻ കണ്ടെയ്നേഴ്സും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നാം സ്വീകരിക്കുന്നത്. ഇന്ത്യൻ തീരത്ത് നടന്ന ഏറ്റവും വലിയ അപകടമാണിത്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ പരിരക്ഷകളും കപ്പലിനുണ്ട്. ഇന്ത്യൻ തീരമേഖലയ്ക്കുണ്ടായ നഷ്ടം തീരുമാനിക്കാൻ നോഡൽ ഓഫീസറെയും നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.